ഹലോ ചങ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മാൻ ഓഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ രണ്ട് കവിതകളാണുള്ളത്. അതായത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, പിന്നെ ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ. ഈ രണ്ട് പോയംസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്രീസിയേഷൻസ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ അപ്രീസിയേഷൻ കുറച്ച് വലുതായതുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ലെന്ന് ചില മച്ചാന്മാരെ കമൻറ്റ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോയംസിൻ്റെയും അപ്രീസിയേഷൻസ് ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറയാണ് ഈ ഒരു വീഡിയോയിലൂടെ. നേരത്തെ നൽകിയിട്ടുള്ള അപ്രീസിയേഷൻ പഠിച്ചവരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ചുകൂടി നന്നായിട്ട് അറിയാവുന്നവരും ആദ്യത്തെ അപ്രീസിയേഷൻ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ SSLC ഇംഗ്ലീഷ് എന്ന ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് അപ്രീസിയേഷൻസും നിങ്ങൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ അപ്രീസിയേഷൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഞാൻ മുമ്പ് നൽകിയിട്ടുള്ള അപ്രീസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടുകാരൊന്ന് ഇവിടെ ഈ ഒരു വീഡിയോയിൽ തന്നിരിക്കുന്ന അപ്രീസിയേഷൻ പരമാവധി ഷോർട്ടാക്കിയതാണ്. ഇനിയും ഷോർട്ടാക്കാം, ദയവ് ചെയ്ത് പറയരുത്. ഇതെങ്കിലും ഒന്ന് മച്ചന്മാർ പഠിക്കുക. പിന്നെ കവിയുടെ പേര്, അതുപോലെ തന്നെ കവിതയുടെ ആശയം, കവി ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്നിങ്ങനെ ഒരു അപ്രീസിയേഷന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്രീസിയേഷൻസും തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് ലഭിക്കാൻ ഈ ഒരു അപ്രീസിയേഷൻസ് എഴുതിയാലും മതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിനി ആദ്യം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന വേർഡ്സ്വർത്തിൻ്റെ കവിതയുടെ അപ്രീസിയേഷൻ ഒന്ന് മനസ്സിലാക്കാം. അപ്രീസിയേഷന് നല്ല ഒരു ടൈറ്റിൽ കൊടുക്കാൻ ആദ്യം തന്നെ മച്ചന്മാർ ശ്രദ്ധിക്കണേ. ഇവിടെ നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അതായത് പ്രകൃതിയുടെ വിശുദ്ധ ദൗത്യം എന്ന ഒരു ഹെഡിങ് ആണ് ഞാൻ നൽകിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇതേ ഹെഡിങ് തന്നെ നൽകാവുന്നതാണ്. ഇനി ഒരു ഹെഡിങ്ങും കിട്ടിയിട്ടില്ലെങ്കിൽ കൂട്ടുകാർക്ക് കവിതയുടെ പേരെങ്കിലും ഹെഡിങ്ങായി നൽകാം. ഇനി ജസ്റ്റ് ആ അപ്രീസിയേഷൻ ഒന്ന് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കി തരാം. Lines written in early spring is a beautiful nature poem written by the popular romantic poet William Wordsworth. പ്രസിദ്ധ കാൽപ്പനിക കവിയായ വില്യം വേർഡ്സ്വർത്തിൻ്റെ മനോഹരമായ ഒരു പ്രകൃതി കവിതയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇൻ ദിസ് പോയം ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് അബൌട്ട് ദ ഹാർമണി ഓഫ് ദ നേച്ചർ. പ്രകൃതിയുടെ സാഹോദര്യം അതല്ലെങ്കിൽ ഐക്യത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ കവി. വൈൽ റിലാക്സിംഗ് ഇൻ എ ഗ്രൂവ് ദ പോയറ്റ് എൻജോയ്സ് ദ സൗണ്ട്സ് ആൻഡ് ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. ഒരു കാടിനകത്ത് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കെ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും ശബ്ദങ്ങളും കവി ആസ്വദിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹീ ബിക്കംസ് സാഡ് ഓൺ തിങ്കിങ് അബൌട്ട് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്. എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ്റെ മനോഭാവത്തെക്കുറിച്ചോർത്ത് അദ്ദേഹം സങ്കടപ്പെടുന്നുമുണ്ട്. അതായത് ഒരേ സമയം സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു ടോണിലാണ് ഈ ഒരു കവിത തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. While nature unites all the creatures in a shared sense of joy and unity, humans deliberately live apart from this harmony and peace. പ്രകൃതി എല്ലാ സൃഷ്ടികളെയും ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ മനഃപൂർവ്വം ആ ഒരു സമാധാനത്തിൽ നിന്നും സാഹോദര്യത്തിൽ നിന്നും അകന്നുമാറി ജീവിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പെർസൂയിങ് ദ ജോയ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ സന്തോഷം പിന്തുടരുന്നതിന് പകരം men fight each other for selfish interest and try to destroy the nature itself. മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കലഹിക്കുകയും പ്രകൃതിയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. So the poet laments about what man has made of man. അതിനാൽ മനുഷ്യനോട് തന്നെ ചെയ്യുന്ന ഈ ക്രൂരതകളോർത്ത് കവി വിലപിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കവിതയുടെ ആശയം എന്താണെന്ന് കൂട്ടുകാർക്ക് വ്യക്തമായി കാണുമല്ലോ. അതായത് പ്രകൃതി തൻ്റെ എല്ലാ സൃഷ്ടികളും, അതായത് മനുഷ്യനടക്കമുള്ള എല്ലാ സൃഷ്ടികളും വളരെ സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി എല്ലാ ജീവജാലങ്ങളെയും അത് തന്നോട് ലയിപ്പിച്ച് ചേർക്കുന്നു. എന്നാൽ മനുഷ്യൻ മാത്രം പ്രകൃതിയിൽ നിന്നും വേറിട്ട് അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രകൃതിയെയും അതുപോലെ തന്നെ മനുഷ്യരെയും ദ്രോഹിച്ചും നശിപ്പിച്ചും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കാടിനകത്തെ പക്ഷികളടക്കമുള്ള ജീവികൾ സന്തോഷത്തിൽ കവി വളരെയധികം ആഹ്ലാദവാനാകുന്നതും അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് സഹതാപം തോന്നുകയും ചെയ്യുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്. The poem sets as 6 quatrains and each stanza follows a rhyme scheme of ABAB.
ക്വാട്രൈൻസ് അഥവാ 4 വരികളോട് കൂടിയ 6 സ്റ്റാൻസകളായാണ് ഈ ഒരു കവിത തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഓരോ സ്റ്റാൻസയും എ ബി എന്ന റൈം സ്കീമോട് കൂടിയാണ് എഴുതിയിരിക്കുന്നത്. The words like notes, thoughts, ran, man are examples of rhyming words. നോട്ട്സ്, തോട്ട്സ്, അതുപോലെ തന്നെ റാൻ, മാൻ എന്നീ വാക്കുകൾ റൈമിംഗ് വേർഡ്സിന് ഉദാഹരണങ്ങളാണ്. ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ കവിതയുടെ സ്ട്രക്ചർ അഥവാ ഘടനയെക്കുറിച്ചാണ് ഒരു വിവരം നൽകിയിരിക്കുന്നത്. അപ്രീസിയേഷനിൽ ഇത്തരമൊരു പാരഗ്രാഫ് നിർബന്ധമാണ്. ഇനി അവസാനത്തെ പാരഗ്രാഫിൽ നാം പോയറ്റിക് ഡിവൈസസ്, അതായത് കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ, സിമിലി, അതുപോലെ തന്നെ ഹൈപ്പർബോളി, അലിട്രേഷൻ എന്നിങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചാണ് വിശദമാക്കുന്നത്. നമുക്ക് പാരഗ്രാഫ് വായിക്കാം. The poet also uses many poetic devices to adorn this poem. ഈ ഒരു കവിതയെ അലങ്കരിക്കുന്നതിനായി ധാരാളം പോയറ്റിക് ഡിവൈസസ് കവി ഉപയോഗിച്ചിരിക്കുന്നു. The line I had 1,000 blended notes is an example for hyperbole. I had 1,000 blended notes എന്ന വരികൾ ഒരു ഹൈപ്പർബോളിക്ക് ഉദാഹരണമാണ്. ഒരു കാര്യത്തെ കൂടുതൽ എക്സാഗ്രേറ്റ് ചെയ്ത്, അതായത് ഒരുപാട് അതിശയോക്തിയോടുകൂടി അവതരിപ്പിക്കുന്ന രീതിയാണ് ഹൈപ്പർബോളി എന്ന് അറിയപ്പെടുന്നത്. പച്ചയായി പറഞ്ഞാൽ തള്ളുക എന്നർത്ഥം. ഉദാഹരണത്തിന്, ഒരു വലിയ മരം കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ആകാശം മുട്ടി നിൽക്കുന്ന മരം. സത്യത്തിൽ ആ മരം ആകാശം മുട്ടിയൊന്നും നിൽക്കുന്നില്ല, എന്നാലും നമ്മളങ്ങ് അതിശയോക്തിയോടുകൂടി വിവരിച്ചതാണ് അത്രയും. അതുപോലെ തന്നെ വേഗത്തിൽ ഓടുന്ന ഒരാളെ കണ്ടാൽ, അതല്ലെങ്കിൽ ഒരു വാഹനം കണ്ടാൽ നമ്മൾ പറയാറുണ്ട്, ആ വാഹനം കാറ്റിൻ്റെ വേഗതയിലാണ് ഓടുന്നത്, അല്ലെങ്കിൽ അയാൾ കാറ്റിൻ്റെ വേഗതയിൽ ഓടുന്നു എന്നൊക്കെ. ഇങ്ങനെയുള്ള ഈ തള്ളുകൾക്ക് കവിതയിൽ പറയുന്ന വാക്കാണ് ഹൈപ്പർബോളി. ഇവിടെ കവി പറയുന്നത് ഐ ഹാഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നാണ്. ആയിരക്കണക്കിന് സ്വരമാതിരികൾ ഞാൻ കേട്ടു. കാടിനകത്തിരിക്കുന്ന സമയത്ത് പക്ഷികളുടേതടക്കം പലതരത്തിലുള്ള ശബ്ദങ്ങൾ കവി കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതിനെയാണ് ആയിരക്കണക്കിന് ശബ്ദമിശ്രണങ്ങൾ എന്ന് അദ്ദേഹം. ഇനി ബാക്കി വായിക്കാം. The phrases like man has made of man and faith that every flower sounds perfect alliterations. Man has made of man, അതുപോലെ faith that every flower എന്നീ ഫ്രേസുകളിലെ ആവർത്തിച്ചു വരുന്ന ശബ്ദങ്ങൾ അലിട്രേഷന് ഉദാഹരണങ്ങളാണ്. കവിതയിലെ ഏതെങ്കിലും ഒരു വരിയിൽ ആവർത്തിച്ചു വരുന്ന കോൺസണന്റ് സൗണ്ട്സ് ആണല്ലോ അലിട്രേഷൻ. ഇവിടെ മാൻ ഹാസ് മെയ്ഡ് ഓഫ് മെൻ എന്ന ഫ്രേസിൽ മാൻ എന്നതിലെ എമ്മും അതുപോലെ മെയ്ഡ് എന്നതിലെ എമ്മും വീണ്ടും മാൻ എന്നതിലെ എമ്മും അലിട്രേഷന് ഉദാഹരണങ്ങളാണ്. അതിനാൽ ഈ 3 എമ്മിനടിയിലും അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. അതുപോലെ തന്നെ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എന്ന ഫ്രേസിൽ ഫെയ്ത്ത് എന്നതിലെ എഫും ഫ്ലവർ എന്നതിലെ എഫും അലിട്രേഷന് ഉദാഹരണമാണ്. അതിനാൽ ഈ 2 എഫിനടിയിലും അണ്ടർലൈൻ ചെയ്യുക. ഗ്രീൻ ബവർ, പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റട്സ് ആർ എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജറി. ഗ്രീൻ ബവർ, പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റട്സ് എന്നിവ വിഷ്വൽ ഇമേജസിന് ഉദാഹരണങ്ങളാണ്. ഇതൊരു ഷോർട്ട് അപ്രീസിയേഷൻ ആയതുകൊണ്ട് തന്നെ കവിതയിലെ എല്ലാ പോയറ്റിക് ഡിവൈസസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും ലഭിക്കാൻ ഈ ഒരു അപ്രീസിയേഷൻ തന്നെ ധാരാളം. ഇനി നമുക്ക് അടുത്ത കവിതയായ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ്റെ ഷോർട്ട് അപ്രീസിയേഷൻ ഒന്ന് പഠിക്കാം. ഇവിടെ അപ്രീസിയേഷന് ഗോഡ്സ് മേഴ്സി അഥവാ ദൈവത്തിൻ്റെ കാരുണ്യം എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് അപ്രീസിയേഷൻ ഒന്ന് വായിക്കാം. ദ ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് എ ബ്യൂട്ടിഫുൾ ലിറിക്കൽ ബല്ലഡ് റിട്ടൺ ബൈ വില്യം ബട്ട്ലർ യീറ്റ്സ്. അവിടെ യീറ്റ്സ് എന്ന് എഴുതിയതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആർ എന്നതിന് പകരം ടി എന്ന് എഴുതാൻ ശ്രദ്ധിക്കുക. വില്യം ബട്ട്ലർ യീറ്റ്സ് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ ലിറിക്കൽ ബല്ലഡാണ് ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ദ പോയം ഇസ് എ മൂവിംഗ് സ്റ്റോറി ഓഫ് എൻ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഹു ഹാസ് ഗ്രേറ്റ് ഡിവോഷൻ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ വളരെയധികം ആരാധിക്കുന്ന പീറ്റർ ഗില്ലിഗൻ എന്ന വൃദ്ധനായ ഒരു പുരോഹിതന്റെ കഥയാണ് ഈ കവിത. ദ തീം ഓഫ് ദിസ് പോയം ഈസ് ഗോഡ്സ് ഓംനി പ്രസൻസ് ആൻഡ് ഗ്രേസ് ഇൻ ദ ലീവ്സ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. വിശ്വാസികളോടുള്ള സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ ഒരു കവിതയുടെ തീമായി പറയുന്നത്. Here the poet tries to state that God helps those who help others. മറ്റുള്ളവരെ സഹായിക്കുന്നവരെ ദൈവവും സഹായിക്കും എന്നാണ് കവി ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്.
At the very beginning of the poem, we can realize that a dreadful epidemic had spread out in father's parish, and half of his people were died and half of them were in their beds. ഈ ഒരു കവിതയുടെ തുടക്കത്തിൽ തന്നെ ഫാദർ ഗില്ലിഗൻ്റെ പാരിഷ് അഥവാ ഇടവകയിൽ എന്തോ ഭയാനകമായ ഒരു പകർച്ചവ്യാധി പിടിപെട്ടിട്ടുണ്ടെന്നും അക്കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ പാതിയിലേറെ പേരും മരിച്ചെന്നും ബാക്കിയുള്ളവർ കിടപ്പിലാണെന്നും നമ്മൾ അറിയുന്നു. So the old priest Peter Gilligan was very tired of his priestly duties. അതിനാൽ തന്നെ തൻ്റെ ദിനേനയുള്ള പൗരോഹിത്യ ജോലികളാൽ വൃദ്ധനായ ആ പുരോഹിതൻ ആകെ ക്ഷീണിതനാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. വൺസ് വൈൽ റെസ്റ്റിംഗ് ഇൻ ഹോം എ സിക്ക് മാൻ സെൻഡ് ഫോർ ഹിം. ഒരിക്കൽ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് മറ്റൊരു രോഗിയായ മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി ആളെ അയച്ചു. But unfortunately, father fell into sleep on a chair and he couldn't give the man the last communion. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അച്ഛൻ കസേരയിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയും അച്ഛന് ആ ഒരു രോഗിക്ക് വേണ്ടി അന്ത്യകൂദാശ നിർവഹിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. When father got up in the next morning, he realized his mistakes and became panic. അടുത്ത ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റ അച്ഛന് തൻ്റെ തെറ്റ് ബോധ്യമാവുകയും ആകെ പരിഭ്രാന്തനാവുകയും ചെയ്തു. ഇവിടെ വെൻ ഫാദർ ഗോട്ട് അപ്പ് എന്നാണ് വേണ്ടത്. അപ്പ് എന്ന വാക്ക് വിട്ടുപോയിട്ടുണ്ട്, കൂട്ടുകാരതൊന്ന് ആഡ് ചെയ്യുക. സൂൺ ഹി റീച്ച്ഡ് ദ സിക്ക് മാൻസ് ഹൗസ്. ഉടൻ തന്നെ അദ്ദേഹം ആ രോഗിയായ മനുഷ്യൻ്റെ വീട്ടിലെത്തി. ബട്ട് ഹിസ് വൈഫ് ഇൻഫോംഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഹാഡ് ഡൈഡ് ആൻ അവർ എഗോ. എന്നാൽ തൻ്റെ ഭർത്താവ് 1 മണിക്കൂർ മുൻപേ മരിച്ചെന്ന് ആ സ്ത്രീ മറുപടി നൽകി. But she also added that he died as happy as a bird when father was gone. എന്നാൽ അച്ഛൻ പോയതിനു ശേഷം ഒരു പക്ഷിയെപ്പോലെ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം മരിച്ചതെന്നും അവൾ കൂട്ടിച്ചേർത്തു. These words made father very happy. ഈ വാക്കുകൾ അച്ഛനെ വളരെയധികം സന്തോഷിപ്പിച്ചു. He realized that God had sent an angel down to help him in his need. തൻ്റെ ആവശ്യത്തിൽ തന്നെ സഹായിക്കുന്നതിനായി ദൈവം അദ്ദേഹത്തിൻ്റെ ഒരു മാലാഖയെ താഴേക്ക് അയച്ചതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അടുത്ത പാരഗ്രാഫ്. The poem sets as 12 quatrains and each stanza follows a rhyme scheme of ABCB. 12 ക്വാട്രൈൻസ്, അതായത് 4 വരികളോട് കൂടിയ 12 സ്റ്റാൻസകളാണ് ഈ കവിതയ്ക്കുള്ളത്. ABCB എന്ന റൈം സ്കീമിലാണ് ഓരോ സ്റ്റാൻസയും തയ്യാറാക്കിയിരിക്കുന്നത്. ദ വേർഡ്സ് ലൈക്ക് ഡേ, ലേ, ഈവ്, ഗ്രീവ് ആർ എക്സാമ്പിൾസ് ഓഫ് റൈമിംഗ് വേർഡ്സ്. ഡേ, ലേ, ഈവ്, ഗ്രീവ് എന്നിവയെല്ലാം റൈമിംഗ് വേർഡ്സിന് ഉദാഹരണങ്ങളാണ്. ദ പോയറ്റ് ഓൾസോ യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ് ടു അഡോർ ദിസ് പോയം. ഈ കവിതയെ അലങ്കരിക്കുന്നതിനായി ധാരാളം പോയറ്റിക് ഡിവൈസസ് കവി ഉപയോഗിച്ചിരിക്കുന്നു. ദ ലൈൻ ഹീ റോഡ് നൗ ആസ് ഹി നെവർ റോഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. ഹീ റോഡ് നൗ ആസ് ഹി നെവർ റോഡ് എന്ന വരി ഒരു സിമിലിക്ക് ഉദാഹരണമാണ്. ലൈക്ക്, ആസ് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പാരിസൺസ് ആണ് സിമിലി എന്നറിയാമല്ലോ. ദ ഫ്രേസസ് ലൈക്ക് മാവ്രോൺ മാവ്രോൺ ആൻഡ് പ്രീസ്റ്റ് പീറ്റർ സൗണ്ട്സ് പെർഫെക്റ്റ് അലിട്രേഷൻ. മാവ്രോൺ മാവ്രോൺ എന്ന വാക്കും അതുപോലെ പ്രീസ്റ്റ് പീറ്റർ എന്ന വാക്കും ഒരു അലിട്രേഷന് ഉദാഹരണങ്ങളാണ്. ഗ്രീൻ സോഡ്സ്, റോക്കി ലൈൻസ് ആൻഡ് ഫെൻ ആർ എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജറി. ഗ്രീൻ സോഡ്സ്, റോക്കി ലൈൻസ് ആൻഡ് ഫെൻ എന്നിവയെല്ലാം വിഷ്വൽ ഇമേജസിന് ഉദാഹരണങ്ങളാണ്. വീഡിയോയിലെ 2 അപ്രിസിയേഷൻസും മച്ചന്മാർ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. 12 മാർക്ക് ഷുവറായിട്ടും വാങ്ങാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം എന്നാൽ പിന്നെ എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.